ഇടം കൈയാകുക വലം കൈയാകുക എന്നൊന്നും കൈകളുടെ കാര്യങ്ങളല്ല, കൈകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. ഇക്കാര്യങ്ങളെല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്നത് മനുഷ്യൻ്റെ ബ്രെയിനിൽ നിന്നാണെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ബ്രെയിനിന് 2 അർദ്ധഗോളങ്ങളുണ്ടെന്നും ഇടത് അർദ്ധഗോളം ശരീരത്തിൻ്റെ വലതുഭാഗത്തെയും വലത് അർദ്ധഗോളം ശരീരത്തിൻ്റെ ഇടതുഭാഗത്തെയും നിയന്ത്രിക്കുന്നു എന്നൊക്കെ നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇടം കയ്യന്മാരാകുന്നവരുടെ ബ്രെയിനിൻ്റെ വലത് അർദ്ധഗോളത്തിനാണ് ഡോമിനൻസ് കൂടുതൽ എന്നാണ് പഠനത്തിൽ വ്യക്തമായിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ ഇടം കയ്യന്മാരാകുന്നത്. ഇനി ഇടം കയ്യന്മാരെ കുറിച്ചുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ 1950-കൾ വരെ ഒക്കെ ഉണ്ടായിരുന്നത് അവർക്ക് ആയുസ് കുറവാണ് എന്നുള്ളതാണ്. ആ ധാരണ 1993-ൽ 3 ശാസ്ത്രജ്ഞന്മാരുടെ പഠനത്തിൽ അവർ തെളിയിച്ചു. ഇത് തികച്ചും അവാസ്തവമാണ്, അങ്ങനെ ഒന്നും ഇല്ല എന്നവർ തെളിയിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ 2 അർദ്ധഗോളങ്ങൾക്കും വെവ്വേറെ കഴിവുകളാണുള്ളത്. ഭാഷ, ഗണിതം, യുക്തി എന്നതൊക്കെ ഇടത് അർദ്ധഗോളം ചെയ്യുമ്പോൾ സർഗാത്മകത, ചിത്രരചന, സംഗീതം, ദൃശ്യവൽക്കരണം ഇതൊക്കെ നമ്മുടെ തലച്ചോറിൻ്റെ വലതുഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറയുകയുണ്ടായി ഇടം കയ്യന്മാർക്ക് അവരുടെ വലത് അർദ്ധഗോളത്തിനാണ് ഡോമിനൻസ് കൂടുതലെന്ന്. അതുകൊണ്ട് തന്നെ ഇടം കയ്യന്മാർക്ക് കൂടുതൽ സർഗാത്മകത. നമ്മുടെ ചരിത്രത്തിലുള്ള പ്രശസ്ത ചിത്രകാരന്മാരായിരുന്ന ലിയാനാർഡോ ഡാ വിഞ്ചി, അതേപോലെ തന്നെ മൈക്കൽ ആഞ്ചലോ, അതേപോലെ തന്നെ ഉള്ള ചിത്രകാരന്മാരൊക്കെ ഇടം കയ്യന്മാരായിരുന്നു. അതിനർത്ഥം എന്താണ്? സർഗാത്മകത കുടികൊള്ളുന്ന വലത് അർദ്ധഗോളം, ബ്രെയിനിൻ്റെ വലത് അർദ്ധഗോളമാണ് അവരെ കൊണ്ട് ഈ സർഗാത്മകതയൊക്കെ ചെയ്യിച്ചിരുന്നത്. പാബ്ലോ പിക്കാസോ പോലെയുള്ളവരൊക്കെ ഇടം കയ്യന്മാരായിരുന്നു. ഇനി ഇടം കയ്യന്മാർക്ക് സത്യത്തിൽ ചെറിയ അഡ്വാൻറ്റേജുകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ പഠനങ്ങൾ കാണിക്കുന്നത്. അതായത് സാധാരണ മനുഷ്യരുടെ വലം കയ്യന്മാരുടെ ബ്രെയിനിൻ്റെ 2 അർദ്ധഗോളങ്ങൾക്കും ഒരേ വലിപ്പമല്ല. ഇടത് അർദ്ധഗോളത്തിന് കുറച്ച് വലിപ്പം കൂടുതലും വലത് അർദ്ധഗോളത്തിന് കുറച്ച് വലിപ്പം കുറവുമാണ്. പക്ഷേ ഇടം കയ്യന്മാരിൽ 2 അർദ്ധഗോളവും ഏകദേശം ഒരേ വലിപ്പത്തിലുള്ളതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രെയിനിന് ഇഞ്ചുറി സംഭവിക്കുമ്പോൾ, പലവർക്കും സംസാരശേഷി നഷ്ടപ്പെടുമ്പോൾ അത് വീണ്ടെടുക്കുന്നതിൽ വലം കയ്യന്മാരെക്കാൾ ഏറെ ഇടം കയ്യന്മാർ മുന്നിട്ട് നിൽക്കുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. കാരണം അവരുടെ 2 അർദ്ധഗോളങ്ങളും ഏകദേശം സിമെട്രിക്കലാണ്. അതേപോലെ തന്നെ അവരുടെ ശരീരത്തിൻ്റെ 2 പകുതിയും ഏകദേശം ഒരേപോലെയാണ്, സിമെട്രിക്കലാണ് ഇടം കയ്യന്മാരുടെ. അവരുടെ 2 കണ്ണുകൾക്കും ഒരേ കാഴ്ചശക്തിയാണ്, അവരുടെ 2 പാദങ്ങൾക്കും ഒരേ സൈസാണ്, ഒരേ രൂപമാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്.